ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ തേഴ്സ്ഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ആടി കൃത്തികയാണ്. അപ്പോൾ മുരുക ഭഗവാന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വിളക്കൊക്കെ വെക്കുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആടി മാസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കൃതികയ്ക്ക് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ തേഴ്സ്ഡേയ്സിൽ രാവിലെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടിയിട്ട് നെയ്വിളക്ക് വെക്കാറുണ്ട് വീട്ടിൽ തന്നെ. അതുപോലെ തന്നെ ക്ഷേത്രത്തിലും പോകാറുണ്ട്. അപ്പോൾ ആമയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുരുക ഭഗവാന് വേണ്ടിയിട്ട് കൃത്തിക ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഗ്രോസറീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് റീസ്റ്റോക്ക് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പിന്നെ ഐശ്വര്യ നിജേഷ് കുറച്ച് ദിവസം മുന്നേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. ലേഡീസിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ശീലങ്ങളെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെയല്ലേ, ഞാനാണെങ്കിൽ ഈ കൃഷ്ണൻ്റെ ഈ ഒരു ശ്ലോകം, ഈ ഒരു മ്യൂസിക് ഞാൻ എപ്പോഴും വെച്ച് കേൾക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു പേരിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഭയങ്കര മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഭജനാണ്. അപ്പോൾ നല്ല കാമായിട്ടുള്ള സ്ലോ ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത് കേൾക്കണമെന്ന് തോന്നും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഇത് വെക്കാറുണ്ട്. സുപ്രഭാതം വെച്ച് കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് രാമായണം വെക്കും. പിന്നെയാണ് ഞാൻ ഈ ഭജൻസ് ഒക്കെ വെക്കുന്നത് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പാവയ്ക്ക കൊണ്ടൊരു പുളിക്കുഴമ്പാണ് ചെയ്തത്. പിന്നെ അച്ചിങ്ങ പേര് മെഴുക്ക് പുരട്ടി, പിന്നെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ന് അവൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ചോളാണ് കേട്ടോ വേവിച്ച് കൊടുത്തത്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും രാവിലെ തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തലേന്ന് തന്നെ ഞാൻ ഗ്രോസറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് എടുത്ത് എല്ലാം വെക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതാണല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സഹോദരി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിം ജെല്ല് യൂസ് ചെയ്യുന്നേക്കാളും DIY ലിക്വിഡ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാതെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത്തവണ എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഞാനാണെങ്കിൽ സ്ക്രോച്ച് ബൈറ്റിന്റെ ഒരു വൈപ്സും കൂടി എടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ റാഗി സേമിയാണ് ഇടയിൽ കാണിച്ചത്. അത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ ഇട്ട് അതുപോലെ ഷുഗറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ ഇത്തവണ ടാറ്റ സാൾട്ടിന്റെ ഹിമാലയൻ റോക്ക് സാൾട്ട് എടുത്തിട്ടുണ്ട്. പൊടിയുപ്പാണ് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് സാൾട്ട് ആണ്. ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഞാൻ യൂഷ്വലി എടുക്കുന്നത് ഈ അമൃതിന്റെ ബ്രൗൺ ഷുഗർ ആണ്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗുലാസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോളോ ഫാർമസിയിൽ നിന്നുള്ള ബ്രൗൺ ഷുഗർ എടുക്കാറുണ്ട്. അതെനിക്ക് ഐശ്വര്യാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അത് ആമിക്ക് അധികം അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ കേരള പപ്പടം, വറ്റൽ മുളക് അതൊരു 1/2 കിലോ എടുത്തിട്ടുള്ളൂ. പിന്നെ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടി, അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ബാർലിയാണ്. അപ്പോൾ ബാർലി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ യൂഷ്വലി എടുക്കുന്നത് ഇടിയപ്പം പൗഡറൊക്കെ ഡബിൾ ഹോഴ്സിൻ്റെതേ എടുക്കാറുള്ളൂ. പിന്നെ പെന്നെ പാസ്ത എടുത്തിട്ടുണ്ട്. ഇത്തവണ നമുക്ക് 2600 ആണ് ആയിട്ടുള്ളത് നമ്മുടെ ഗ്രോസറി ബഡ്ജറ്റ്. അരിയും എണ്ണയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി പ്രത്യേകിച്ച് എടുക്കണം, സെപ്പറേറ്റ് എടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഇത്തവണത്തെ ബഡ്ജറ്റ് കുറവാണ്. പക്ഷെ എന്നാലും ബാലൻസ് സാധനങ്ങളും കൂടി എടുക്കുമ്പോൾ 3000 ആ ഒരു റേഞ്ചിൽ വരും കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് ഞാൻ എപ്പോഴും ഗ്രോസറി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രോസറി എല്ലാം ഫില്ല് ചെയ്ത് വെക്കാം. ഇതിനിടയിൽ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് വേണ്ടുന്ന ശീലങ്ങളെ കുറിച്ച് 10 ശീലങ്ങളെ കുറിച്ചാണെന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ചില ആളുകൾ കണ്ടിട്ടില്ലേ, സ്വയം താഴ്ത്തി കെട്ടി ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മളെ തന്നെ നമ്മുടെ ബാഡ് ക്വാളിറ്റീസ് ഇങ്ങനെ എടുത്ത് കാണിച്ച് അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എപ്പോഴും എല്ലാവരോടും സംസാരിക്കാനാണ് ഇഷ്ടമല്ലേ, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു നല്ലൊരു ലിസണർ ആവില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത്, ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഫോണൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി സംസാരിച്ച് തടസ്സപ്പെടുത്താതെയൊക്കെ ഇരിക്കുക. അത് വലിയൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. അതുപോലെ തന്നെ എപ്പോഴും വൃത്തിയായും നീറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. വില കൂടിയ വസ്ത്രങ്ങളൊന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആൻഡ് വെൽ ഗ്രൂംഡ് അപ്പിയറൻസ് മതി. അതായത് നമ്മുടെ ഡ്രസ്സുകൾ പഴയതാണെങ്കിൽ പോലും അലക്കി വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നീറ്റായിട്ട് തന്നെ
തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കെട്ടി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതിയിട്ട് ഓവർ മേക്കപ്പ് ഇട്ട് നിൽക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. ഒരു നീറ്റ്നെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പുഞ്ചിരിയോടുകൂടി പെരുമാറുക. സ്വാഭാവികമായ ഒരു സ്മൈൽ നിങ്ങളെ കൂടുതൽ അപ്രോച്ചബിൾ ആക്കും. ചില ആൾക്കാരാണെങ്കിൽ ഒട്ടും ചിരിക്കില്ല അല്ലേ, എപ്പോഴും നല്ല ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു ടെൻഷനോടുകൂടിയുള്ളൊരു മുഖഭാവത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ടെൻഷനും പ്രഷറും എല്ലാം ഉണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് എപ്പോഴും അങ്ങനെ നമ്മൾ ചിരിക്കാതെ വീർത്ത് കെട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മളോട് ആർക്കും സഹകരിക്കാനും സംസാരിക്കാനും ഒന്നും തോന്നില്ലല്ലേ. അപ്പോൾ മാക്സിമം എല്ലാ സാഹചര്യങ്ങളിലും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സ്മൈൽ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. മറ്റുള്ളവരുടെ ടെൻഷൻ പോലും നമ്മുടെ ഒരു ചിരിച്ച മുഖത്തിൽ നിന്നായിരിക്കും അവർക്ക് മാറുന്നത്, അവരുടെ ടെൻഷൻസ് മാറുന്നത്. അപ്പോൾ എപ്പോഴും കഴിവതും പുഞ്ചിരിയോടുകൂടി തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും പറ്റിയെന്ന് വരില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം അങ്ങനെ ആവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ദേഷ്യത്തിൽ അല്ലെങ്കിൽ കോപത്തിൽ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. ഇത് സ്ലോ ആയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുക. നമ്മളോട് മാത്രം നല്ല രീതിയിൽ മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മളെക്കാൾ താഴെയുള്ള സ്ഥാനത്തുള്ളവരോടും ബഹുമാനത്തോടെ പെരുമാറുന്നതാണ് യഥാർത്ഥ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് പോലെ ഇരിക്കും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നത്. മറ്റൊരു കാര്യം ഗോസിപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിലും കുറ്റം കണ്ടെത്തുന്നതിന് സമയം കളയാതെ സ്വയം ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സ്വഭാവത്തിൽ എന്തുമാത്രം ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും, നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലുള്ള രൂപീകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. നോ പറയാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല. വിനയത്തോടെ ബൗണ്ടറീസ് വെക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നോ പറയുക. ഇനിയിപ്പോൾ എത്ര വലിയ ബന്ധമാണെങ്കിലും ശരി തന്നെ നമ്മൾ ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് നോ പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ റീഡിങ്ങോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നോളജിയെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ഫോമിനെ പറ്റി പഠിക്കുകയോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ കൂടുതൽ മെച്ചൂർ ആക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ജീവിതം മതി അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചതൊക്കെ മതി എന്ന് വിചാരിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. ഫോൺ വഴി നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും പറ്റും. 10ാമത്തെ പോയിന്റ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളത്. കോപം, ജലസി, ഇൻസെക്യൂരിറ്റി, ഓവർ തിങ്കിങ് എന്നിവ വരുമ്പോൾ ഉടനെ തന്നെ റിയാക്ട് ചെയ്യാതെ പോസ് ചെയ്യാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ലാസ്റ്റ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം കൂടിയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടുകയേ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യം അല്ലെങ്കിൽ ജലസി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഇതൊക്കെ വരുമ്പോൾ മനുഷ്യനാണ്, സ്വാഭാവികമാണ്, ഇതൊക്കെ ഉണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ഒന്ന് കാമായിട്ടൊന്നിരുന്ന് ചിന്തിക്കുക. അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ശീലം സഹായിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പഠിക്കുക. എവിടെയാണോ നമുക്ക് തെറ്റുപറ്റിയത് അതൊന്ന് തിരുത്താനായിട്ട് സ്വയം ശ്രമിക്കുക. ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയായി മാറണം എന്നതിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും 10 കാര്യങ്ങളാണ് ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ശ്രമിക്കേണ്ട അല്ലെങ്കിൽ ഒരു വ്യക്തി ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളും ഫോളോ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി മറക്കാതെ കമന്റ് ചെയ്തേക്കേട്ടാ. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആടി കൃതികയായ കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രോസറി കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നീട് കുറച്ച് പയറുണ്ടല്ലോ, കുറച്ച് പരിപ്പ്, കടലപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പരിപ്പോടെ ഉണ്ടാക്കാനാണ്. വൈകുന്നേരം
സ്വാമിക്ക് പ്രസാദം കൊടുക്കണം. അപ്പം പ്രസാദം നമ്മൾ പൂജാ റൂമിൽ വെക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പൂജാ പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൂജയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ തലേ ദിവസം അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി ഇടയ്ക്ക് വെച്ച് എന്നോട് ഐശ്വര്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് റോസ് വാട്ടർ, ഒരു നുള്ളു ജവ്വാദ് പൗഡർ, കുറച്ച് പച്ചക്കർപ്പൂരം ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നത്. വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടി മിക്സ് ചെയ്യാം. ഇപ്പം എൻ്റെ പൂജാ റൂം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ചെറിയൊരു ഷെൽഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. അപ്പം ഞാൻ ഈ റോസ് വാട്ടറിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ റോസ് വാട്ടർ നമുക്ക് പൂജാ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ബ്ലിങ്കിറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിച്ചോളൂ. പിന്നെ നമുക്ക് ഓൺലൈനിൽ ടാഗ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സുകളെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. ഞാൻ യൂസ് ചെയ്യുന്ന മിക്കവാറുമുള്ള എല്ലാ പ്രോഡക്ട്സുകളും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഷോപ്പിൽ പോയി എടുത്താലും മതി. പിന്നെ ഞാൻ ഇതേ സൊല്യൂഷൻ വെച്ച് തന്നെയാണ് നമ്മുടെ കൃഷ്ണനെയും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൃഷ്ണൻ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കാറുണ്ട്. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ സെയിം സൊല്യൂഷനാണ്. ഞാൻ വെള്ളം അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. റോസ് വാട്ടറിൽ ഈ ജവ്വാദ് പൗഡറും പച്ചക്കർപ്പൂരവും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പൂജാ റൂം നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. വിഗ്രഹങ്ങളൊക്കെ ആണെങ്കിലും ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അഴുക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഇത് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ മന്ത്ലി വൺസ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ 2-3 ദിവസത്തിലൊരിക്കൽ പൂജാ റൂം മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് വിളക്ക് വെക്കാറുള്ളൂ. മിക്കവാറും 1 തൊട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ വിളക്കൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഗ്രോസറി എടുത്തപ്പോൾ നിങ്ങളിടയിൽ കണ്ടു കാണും, പൂജാ പാത്രങ്ങൾ കഴുകാനുള്ള ഒരു പൗഡറാണ് അത്. അതും കൂടി ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ പൂജാ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ചില സമയത്ത് കുറച്ച് സബീനയും വെറുതെ ലെമണും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ലെമൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് അങ്ങനെ കഴുകാറുണ്ട്. ചില സമയത്ത് പുളിയും സബീന പൗഡറും വെച്ച് കഴുകാറുണ്ട്. ചില സമയത്ത് പീതാംബരി പൗഡറും ഈ ലെമണും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രബ്ബറോ വെച്ചിട്ടൊക്കെ കഴുകാറുണ്ട് കേട്ടോ. പല രീതിയിലും ഞാൻ പൂജാപാത്രങ്ങൾ കഴുകാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പൂജാപാത്രങ്ങൾ കഴുകി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ നമുക്കിവിടെ ചെന്നൈയിൽ ഹാർഡ് വാട്ടറാണ് ബോർവെല്ലിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഉപ്പുവെള്ളം ആയ കാരണം കൊണ്ട് പൂജാപാത്രങ്ങൾ നല്ല വെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പുള്ളിക്കുത്ത് പോലെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മെട്രോ വാട്ടറിലാണ്, കോർപ്പറേഷൻ വാട്ടറിലാണ് ക്ലീൻ ചെയ്യുന്നത് പൂജാപാത്രങ്ങൾ. ഇല്ലെങ്കിൽ ക്യാൻ വാട്ടർ എടുത്ത് ക്ലീൻ ചെയ്യും. പിന്നെ ഞാനാണെങ്കിൽ തലേന്ന് തന്നെ ഉഴുന്ന് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പ്രസാദം ചെയ്യാനെന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല, ഞാൻ ദോശമാവിനെ അരച്ചപ്പോൾ ഉഴുന്നിൻ്റെ അളവ് കൂടിപ്പോയി. അപ്പോൾ പിന്നീടാണ് അറിയുന്നത് മുരുകന് നമുക്ക് ഈ കൃത്തികയുടെ അന്ന് പ്രസാദത്തിന് കൊടുക്കുമ്പോൾ ഉഴുന്നുവടയും കൂടി വെച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടു. അത് അപ്രതീക്ഷിതമായി ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഉഴുന്നിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെളിയിൽ വെക്കാനായിട്ട് മറന്നുപോയി. പിന്നീടാണ് ഞാൻ ഓർത്തത്. അപ്പോൾ എന്തായാലും ഇന്ന് പ്രസാദത്തിന് വേണ്ടിയിട്ട് പരിപ്പ് വടയും ഉഴുന്ന് വടയും കൂടി ചെയ്ത് മുരുകന് വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇത് പ്രസാദത്തിന് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ഇന്ന് കൃത്തിക ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ന്യൂസ് ചാനലിലും എല്ലാത്തിലും ലൈവായിട്ട് തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ അഭിഷേകം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ പ്ലേ ചെയ്തു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാനിങ്ങനെ മുരുക ഭഗവാന് വേണ്ടിയിട്ട് വിളക്കൊക്കെ വെക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആഴ്ചയും ഓരോരോ മിറാക്കിൾസ് ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ മുരുക ഭഗവാന് വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാനിപ്പോൾ വെറ്റില ദീപവും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേല അഭിഷേകവും നൈറ്റ് ചെയ്യാറുണ്ട്. ഹോറ ടൈമിലാണ് ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു കൃതിക ആയതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് 6 വിളക്ക് വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ എന്തായാലും 6 വിളക്ക് ഈ ഇടിഞ്ഞില് വിളക്കിൽ തന്നെയാണ് കത്തിച്ച് വെച്ചത്. നെയ്യ് ഒഴിച്ച് വിളക്ക് വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടു. പിന്നെ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഓം വിളക്ക് മേടിച്ചത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പോത്തീസിൽ പോയി ഷോപ്പിംഗ് ചെയ്തപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നാണെങ്കിൽ മുരുകൻ്റെ ഐഡോളും കൂടി ഞാൻ അഭിഷേകം ചെയ്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ബാക്കിയുള്ള ഉഴുന്നോടെയും പരിപ്പോടെയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
കേട്ടോ. പ്രസാദത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് മാറ്റി വെച്ചത്. പിന്നെ ഇന്നത്തെ ദിവസം മുരുകന് വേണ്ടിയിട്ട് പ്രസാദത്തിന് ഉഴുന്നുവട, പരിപ്പുവട, കുറച്ച് പാല് ഇത്രയാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മുരുകന്റെ ഐഡോളും കൂടി അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് മിറാക്കിൾ എന്ന് പറഞ്ഞാൽ മതി. ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇതുപോലെ പഴനിയിൽ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ പഞ്ചാമൃതം കൊണ്ടു കൊടുത്തായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയ സമയത്താണ് ഈ കാര്യം പറയുന്നത്, ഇങ്ങനെ കൊടുത്തു വിട്ടത്. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതവും സന്തോഷവും തോന്നിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇന്നത്തെ ഈ ദിവസം തന്നെ പഴനിയിൽ നിന്ന് മുരുക ഭഗവാന്റെ പ്രസാദം നമുക്ക് കഴിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പല മിറാക്കിൾസ് ആണ് ഞാൻ പറഞ്ഞില്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് എനിക്കിന്ന് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.